നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷുഗർ ഉള്ളവർക്ക് ഒറ്റമൂലി മരുന്നുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഒറ്റമൂലി മരുന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഷുഗർ പാടട്ട് മാറുമെന്ന്. അങ്ങനെ മാറത്തില്ല. ഇത് കൺട്രോൾ ചെയ്യേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നാട്ടുമരുന്ന് കഴിച്ചാൽ ഇപ്പം നമ്മൾ അലോപ്പതി മരുന്ന് ഒരു സ്ഥിരം കൺട്രോൾ ചെയ്യാനായിട്ടല്ലേ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. അത് കണക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ ഈ നാട്ടുമരുന്ന് കഴിച്ചാൽ. അല്ലാതെ കാലറ്റ് മാറത്തില്ല. ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ അത് പണ്ട് ഈ അലോപ്പതി വരുന്നതിന് മുമ്പേ നമുക്ക് ഷുഗർ വരുന്നവർക്ക് കാലറ്റ് മാറിയിട്ടുണ്ട്, നാട്ടുമരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴ് ഈ അലോപ്പതി മരുന്ന് നമ്മൾ കഴിച്ചിട്ടല്ലേ നമ്മൾ ഈ നാട്ടുമരുന്ന് കഴിക്കണം. നാട്ടുമരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ അലോപ്പതിയുടെ വീര്യം നാട്ടുമരുന്നിനെക്കാട്ടിലും 100 ഇരട്ടി വീര്യം ഉള്ളതാണ്. അത് പവർ കൂടിയ മരുന്നാണ് നമ്മൾ ഈ ഷുഗറിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ നാട്ടുമരുന്ന് കഴിച്ചാൽ പിന്നെ ഏക്കത്തില്ല. ഇതാണ് യഥാർത്ഥം. നിങ്ങൾ ഷുഗറിന് ഇപ്പന്മാരും അപ്പന്മാരും എടുത്ത് കളയാൻ മറ്റേതാണ് മരിച്ചാണ് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ഇതെല്ലാം പറ്റിക്കാനേ പറ്റും. ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് പോവാം. നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള നാട്ടുമരുന്നുണ്ട്. അതിന് യാതൊരു പ്രശ്നവുമില്ല. കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അതിനുള്ള നാട്ടുമരുന്ന് ഇതുപോലെ ഒറ്റമൂലി മരുന്നുകൾ അത് ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഈ ഷുഗർ പാടറ്റന്മാരും അങ്ങ് ആനയാണ് കുതിരയാണ് ഇന്നൊക്കെ പറയുന്നത് വേരും വിട്ടിത്തനമാണ്. അതൊക്കെ ഈ പറയുന്നത് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം എല്ലാം പറ്റിപ്പാണ്. അവർ അതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരുപാട് ഓൺലൈനിൽ മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആളുകൾക്ക് രോഗം എന്താണ് കൂടുതലുള്ളത് അതനുസരിച്ച് അവന്മാർ മരുന്നുകളും മറ്റതും മരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഓൺലൈനിലും കൊടുക്കുകയാണ്. ഈ ഓൺലൈനിൽ വേറെ എന്ത് വാങ്ങിച്ചാലും ഭക്ഷണ സാധനവും മരുന്നുകൾ ഓൺലൈനിലിருந்து നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് എഫക്റ്റ് കൂടി നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് വാങ്ങിച്ചാലേ നിങ്ങൾക്ക് അത് ഗുണമുള്ളൂ. നിങ്ങൾ ഓൺലൈനിൽ കിട്ടുന്ന മരുന്ന് വാങ്ങിച്ചു തന്നാൽ ഇപ്പോൾ ഒരുപാട് പേര് ഈ രോഗിയാകുന്നതിൻ്റെ യഥാർത്ഥ സത്യം അങ്ങനെയൊക്കെയാണ്. ഈ ഓൺലൈൻ എന്ന് പറയുന്നത് എത്ര ശതമാനമൊക്കെയാണ് എന്തൊക്കെ കണ്ടൻസ് എത്ര ശതമാനം ചേർന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി അറിയാൻ പറ്റില്ല. അവർ ബിസിനസ്സുകാരാണ് ഈ ഓൺലൈനിൽ മരുന്ന് കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഓൺലൈനിലിരുന്ന് മരുന്ന് ഐറ്റങ്ങൾ ഓൺലൈനിലിരുന്ന് വാങ്ങാതിരിക്കുക. അല്ലെങ്കിൽ ഒരു കമ്പനി ഐറ്റമാണെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോടി, കുഴപ്പമില്ല. അല്ലാതെ ഈ മറ്റേതാണ് മരിച്ചതാണ് അലപ്പൊതിയില്ല ഇത് മറ്റേ നാച്ചുറൽ കത്തിരിക്ക എന്നൊക്കെ പറയും. നാച്ചുറൽ മരുന്ന് 10 ദിവസം പോലെ ഇരിക്കില്ല. നാച്ചുറൽ മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒറിജിനൽ നാട്ടുമരുന്ന് ആണ് നാച്ചുറൽ മരുന്ന്. അല്ലാതെ ആയുർവേദമൊന്നും നാച്ചുറൽ അല്ല. ആയുർവേദം എന്ന് പറയുന്നത് എന്താണ്? അതിൽ മെറ്റലുകൾ ചേരും. നമ്മൾ ഈ നാച്ചുറൽ മരുന്നിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതൊക്കെ കുറച്ച് കെമിക്കൽ കയറ്റി അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സിങ് കെമിക്കൽ വെച്ച് ചേർത്താൽ മാത്രമേ ഇത് ഈ ഗുളികയായാലും മരുന്നായാലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. നമ്മൾ ആയുർവേദം ഒരു പച്ചില എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നീരെടുത്ത് ഒരു മരുന്ന് ഉണ്ടാക്കി അന്നത്തേക്ക് കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അന്ന് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 10 ദിവസം ഉപയോഗിക്കാം. അതിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് നാച്ചുറൽ എന്ന് പറയുന്ന സാധനം. നിങ്ങൾ മനസ്സിലാക്കുക. നാച്ചുറൽ ആയുർവേദം എന്ന് പറയുന്നതെല്ലാം ഈ ആയുർവേദം പറഞ്ഞ് വരണതന്നെ ഉള്ളൂ. അതിനാണ് ഇപ്പം നമ്മൾ ആയുർവേദത്തിന് ഇന്ത്യൻ മെഡിസിൻ ആക്കി വെച്ചിരിക്കുന്നത്. അവർക്കറിയാം. അലോപ്പതിക്കാരായിരിക്കാം എല്ലാവർക്കും ഈ അലോപ്പതിയിൽ ചേർന്ന മിക്കവാറുമുള്ള കണ്ടൻസുകൾ തന്നെയാണ്, ഈ മെറ്റലുകൾ തന്നെയാണ് ആയുർവേദത്തിലും ചേർന്നത്. ഇപ്പോൾ ആയുർവേദമല്ല വേറെ നിങ്ങൾ ട്രക്ക് കൺട്രോളോട് ചെന്ന് ചോദിച്ചാൽ അവർ ഇവിടെ നോക്കിയാൽ മതി. അവർ ഇന്ത്യൻ മെഡിസിൻ മാറ്റിയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരിക്കും അലോപ്പതിയുടെ ഒരു വിഭാഗമാണ് ഈ ആയുർവേദത്തിൻ്റെ കണ്ടൻസുകൾ ചേർന്നേ ഉള്ളൂ. പക്ഷേ അവരും ഈ അലോപ്പതിയുടെ മെത്തേഡിലാണ് അവർ ഇപ്പം പ്രൊഡക്റ്റ് ഇറക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർക്ക് ആയുർവേദമായിട്ട് കൊടുത്താൽ നിങ്ങൾ എല്ലാവരും നമ്മൾ അവിടെ വന്ന് വാങ്ങേണ്ടി വരും. ഒരു ദിവസത്തിന് കൂടുതൽ വെച്ചേക്കാൻ പറ്റില്ല. അതാണ് നാട്ടു ചികിത്സ, നാട്ടുമരുന്ന് എന്ന് പറയുന്നത്. നാട്ടുമരുന്നാണ് ആയുർവേദം, ശരിക്കുള്ള ആയുർവേദം.
നമുക്ക് ഒരു ദിവസമേ പുറത്ത് വെച്ചിരിക്കാവുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞാൽ അത് പുളിച്ചു പോകും. ഒരു മരുന്ന് എടുത്ത് വയ്ക്കുകയാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അപ്പോൾ അങ്ങനത്തെ മരുന്ന് ഇപ്പം നമ്മൾ മരുന്നുകൾ ഓൺലൈനിലിരുന്നാലും മറ്റേ മെഡിക്കൽ സ്റ്റോറിലിരുന്നാലും മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ അലോപ്പതി മരുന്ന് കണക്കാണ് ആയുർവേദത്തിലെ ഗുളിക തരുന്നത്. പണ്ട് ആയുർവേദം എന്ന് പറയുന്നത് അങ്ങനെ ഗുളിക ഉണ്ടാക്കാൻ വേണമെങ്കിൽ അരച്ച് ഉരുള ഉരുട്ടി നമ്മൾ കൈ കൊണ്ട് ഉരുള ഉരുട്ടി ഉണക്കിയെടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളായിരുന്നു അന്നൊക്കെ ആയുർവേദം. അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയില്ല. ഇപ്പം പ്രോസസ്സ് ചെയ്ത് മാത്രമേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഒരു മെറ്റലിൻ്റെ സഹായം ഇല്ലാതെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ആയുർവേദ ക്രീം എന്ന് പറയും. ക്രീം എന്ന് പറയുന്ന സാധനം കെമിക്കലാണ്. ഈ മുഖത്തിലിടുന്ന ക്രീം പോലും ആയുർവേദം എന്നാണ് അവർ അയക്കുന്നത്. പക്ഷേ ആയുർവേദ ക്രീം വരില്ല. ആയുർവേദം ഈ ശരിക്കുള്ള ആയുർവേദം വെച്ച് മാത്രം ക്രീം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു മെറ്റലുണ്ട്, അത് ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ അത് കെമിക്കൽ ചേർന്ന ഒരു സൊല്യൂഷൻ കൂടെ ചേർത്താൽ മാത്രമേ ഇത് ക്രീമായുള്ളൂ. നമ്മളൊരു ക്രീമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് എന്തെങ്കിലും മെറ്റൽ ചേർക്കാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ആയുർവേദം അലോപ്പതി രണ്ടും ഒന്ന് തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അത് ശരിക്കുമുള്ള ഈ കഷായം കൊടുക്കും. ചില ആയുർവേദ കോളേജിലെ കഷായം കൊടുക്കും. അത് ഒറിജിനൽ ആയുർവേദമാണ്. നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുടിക്കണം. അത് ഒറിജിനൽ ആയുർവേദമാണ്. അത് നമ്മൾ ആയുർവേദം അംഗീകരിക്കാം. കാര്യം കഷായമായിട്ടാണ് കൊടുക്കുന്നത്. അത് പുറത്ത് വെച്ചിരുന്നാൽ പുളിച്ചു പോകും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഒറിജിനൽ ആയുർവേദമാണ്. അത് നമ്മൾ അതുകൊണ്ടാണ് അത് ഇന്നും ആയുർവേദം ഒരു നിലനിൽക്കുന്നത്. പേര് തന്നെയാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ ഒരു ഐറ്റം ഓൺലൈനിൽ വാങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പവർ അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു നമ്മുടെ ഡോക്ടറെ കാണുന്നതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇനി ഡോക്ടറെ കണ്ടാലേ അത് വാങ്ങാവൂ എന്നുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ ഇതും കൂടെ ഞാൻ പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളെ വയസ്സ് മാത്രം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആളിനെ നോക്കണം. ഒരു ഡോക്ടർ ഒരു മരുന്ന് കൊടുക്കണമെങ്കിൽ എന്താണ് ഇദ്ദേഹം, അതായത് ഒരാളിനെ നോക്കുമ്പോൾ അത് എത്ര ശതമാനം ഇവർക്ക് കൊടുക്കണം, എത്ര പോയിൻ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിന് 300 പോയിൻ്റ് 200 പോയിൻ്റ് നമുക്ക് തന്നെ ഒരു മില്ലി ഇയാൾക്ക് ഒരു 300 മില്ലി കൊടുത്താൽ മതിയാവും. ചിലവർക്ക് 500 മില്ലി കൊടുക്കേണ്ടി വരും. ശരീരക്കൂറനുസരിച്ചാണ് നമ്മൾ മരുന്നിൻ്റെ അളവ് ഇവിടെ എഴുതുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഇത് ഈ ഓൺലൈനിൽ വരുന്ന മരുന്നിന് ഇല്ല. കാര്യം ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചില ആൾക്കാർ മെലിഞ്ഞായിരിക്കും, ചെറിയ ആൾക്കാരായിരിക്കും. അവർക്ക് അതനുസരിച്ച് നമുക്ക് മില്ലി ചേർക്കാവും, അളവ് ചേർക്കാവും. അപ്പോൾ അതിനാണ് ഞങ്ങൾ പറയുന്നത്, നമ്മൾ ഈ ഡോക്ടർമാരായാലും വൈദ്യന്മാരായാലും നേരിട്ട് കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം കഴിക്കാത്ത ഒരു മരുന്നുകൾ കഴിക്കരുത്. കാര്യം ഇപ്പോൾ ഓൺലൈനിൽ വിൽക്കുന്ന സാധനത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ് അവർ അയക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാതെ ചെറിയ ശരീരത്തിന് ഇപ്പോൾ ആളിനെ ചെറുതായിരിക്കും. നിങ്ങൾക്ക് ചില ആൾക്കാർ പ്രായം 50-55 വയസ്സാവും, പക്ഷെ ആൾ ചെറുതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 12 ഒരു കൂടിപ്പോയ ഒരു 15 വയസ്സ് കുട്ടിയുടെ എത്ര വലിപ്പമുണ്ടോ അത്രയേ കാണുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരുടെ ശരീരപ്രകൃതിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ചാണ് അതിൻ്റെ മില്ലി, അതിൻ്റെ അളവ് ഇവിടെ നിശ്ചയിക്കുന്നത്. അല്ലാതെ പ്രായം എല്ലാവർക്കും ഒന്നുപോലെ ഒരു മരുന്ന് കൊടുത്താൽ പോരാ. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് ഐറ്റങ്ങൾ ദയവ് ചെയ്ത് എന്ത് മരുന്നായിക്കോട്ടെ, അത് എന്തിന് മരുന്നായിക്കോട്ടെ, നിങ്ങൾ മരുന്ന് ഒരു ഐറ്റം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങരുത് ദയവ് ചെയ്ത്. എന്തിനു അറിയാമോ? നിങ്ങളെ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ നിങ്ങളെ ശരീര പ്രകൃതി അനുസരിച്ച് മാത്രമേ നിങ്ങൾ മരുന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ ഡോക്ടർമാരായാലും വൈദ്യനായാലും ഒരാളിനെ കാണുമ്പോൾ അറിയാം ഇയാൾക്ക് ഇത്ര മില്ലി കൊടുക്കാൻ പറ്റും, ഇയാളുടെ ശരീരം എത്രയേ അതിന് ആമ്പേരുള്ളൂ, ഇത്ര മില്ലിയെ കൊടുക്കാവൂ, അതേ അവർ എഴുതുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു കമ്പനി മരുന്നായിരിക്കും, കണ്ടാവും ഒന്നുപോലെ ഇരിക്കും, അതിന് മാറ്റമൊന്നും കാണില്ല. 500 മില്ലിയുണ്ട്. നമ്മൾ നിസ്സാരം ഞാൻ പാരസെറ്റമോൾ ഗുളിക നിങ്ങൾ പറഞ്ഞു തരും. 300 മില്ലിയുണ്ട്, 150 മില്ലിയുണ്ട്, 500 മില്ലിയുണ്ട്, 650 മില്ലിയുണ്ട്. നിസ്സാരം ഒരു പാരസെറ്റമോൾ ഗുളികയാണ്. അത് എന്തിനാണ് ഈ മില്ലി കണക്ക് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഓരോ ശരീര പ്രകൃതി അനുസരിച്ച് കൊടുക്കാൻ മാത്രമാണ്.
ചില കുട്ടികൾ 12 വയസ്സേ ആകുള്ളൂ, പക്ഷേ അതിൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ആൾക്കാരുടെ കാട്ടിൽ ശരീരപ്രകൃതിയാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് മരുന്ന് കൊടുത്താലേ അതിന് ഏക്കുള്ളൂ. എന്നാൽ 60 വയസ്സുള്ള വലിയ 40-50 വയസ്സുള്ളവരായിരിക്കാം, പക്ഷേ ശരീരപ്രകൃതി കൊച്ചുകുട്ടിയുടെ അത്രയേ അവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയാൽ നമ്മൾ മരുന്നെടുക്കാൻ പറ്റുള്ളൂ, ഒരു പ്രായം അനുസരിച്ച്. അതും 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. ശരീരം ഉണ്ടെങ്കിൽ മാത്രം ആ ശരീരത്തിനനുസരിച്ചല്ല, ആ വയസ്സും കൂടെ നിർത്തിയിരിക്കണം. ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അളവ് നമ്മൾ കുറയ്ക്കണം. ആ കാണുന്ന വലിപ്പത്തിനനുസരിച്ച് പ്രായം കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതായത് അതിൻ്റെ മരുന്ന് കൂടെ നമ്മൾ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. അളവ് നിശ്ചയിക്കേണ്ടി വരും. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഡോക്ടർമാരെ കണ്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ. അല്ലാതെ ഇന്ന് എല്ലാം ഈ ഓൺലൈനിൽ അത് കൊണ്ടുപോകാം, ഇത് കൊണ്ടുപോകാം, അത് തരി ഇത് തരി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വാങ്ങിച്ച് നിങ്ങൾ പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ പൈസ പോകുന്നതിലല്ല പ്രശ്നം. ഇവിടെ നിങ്ങളുടെ ശരീരം പോകും. എൻ്റെ അടുത്ത് ഇവിടെ ഒരു രോഗി ഏതാണ്ട് അങ്ങ് അറ്റം പറ്റിയതിന് ശേഷമാണ് വന്നത്. സംഭവം എന്താണ്? ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ച് കഴിച്ചത്. എന്തൊരു മരുന്നാണ്? ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ച് വരുത്തി കഴിച്ചതാണ്. സംഭവം ഇദ്ദേഹം കഴിച്ചപ്പോഴത്തേക്ക് ഏറ്റവും പറഞ്ഞാൽ ഇദ്ദേഹം ആളിൽ ചെറുതാണ്, വലിയ ഇതല്ല. ഈ ഒരാളിൻ്റെ പവർ ഈ വലിയ ആൾക്കാരിലല്ല. അദ്ദേഹത്തിന് ഒരു 60-65 വയസ്സായി, പക്ഷേ എന്നാൽ ആളിൽ ചെറുതാണ് പുള്ളി. ആ ശരീരത്തിനനുസരിച്ചല്ലേ ഈ പവർ ചേർക്കാൻ പറ്റുള്ളൂ. ഇവന്മാർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു കണക്കാണ് അവന്മാർ അയക്കുന്നത്. ഇപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനായാലും ഒരു മരുന്ന് അയക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർ അനുസരിച്ച് നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ. ഒരു ഉദ്ദേശ കണക്കേ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നത് അത് ഒരിക്കലും നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കരൾ വരെ ഇതായിട്ടുണ്ട്. ഞാൻ പിന്നെ അവസാനം അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ സ്ഥിര രോഗിയായിരുന്നു പുള്ളി. അത് പുള്ളി വന്നപ്പോൾ ഞാൻ അവിടെ നാട്യമൊക്കെ അറിയാം നമുക്ക്. അപ്പോൾ അത് ഇത്രയും പ്രശ്നങ്ങൾ വലിയ കാര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വരാനുള്ള എല്ലാ സംവിധാനമായി, സ്റ്റോക്കിൻ്റെ ആരംഭവുമായി. അത്രമേൽ കൂടിയിട്ടാണ് ഇങ്ങനെ വന്നത്. കാരണം എന്താണ്? നിസ്സാരം ഈ മരുന്ന് കഴിച്ചതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മരുന്ന്. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആർക്കും ദോഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ശരിക്കും നമ്മളെ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഈ ഓൺലൈൻ മരുന്ന് വിൽക്കുന്നവർക്ക് അത് പ്രയാസം ഉണ്ടാവാം. പക്ഷെ ഞാൻ ആരെയും ദോഷപ്പെടുത്തുന്നില്ല. അതേപോലെ ഓൺലൈനിൽ മരുന്ന് വിൽക്കുന്നവർ ഒരു കാര്യം ചെയ്യാം, വയസ്സും പ്രായമോ അല്ല ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് ആളിനെ നേരിട്ട് വരുത്തിയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത്. നിങ്ങൾ മരുന്ന് വിൽക്കുന്നതൊക്കെ അല്ല, നിങ്ങൾക്ക് പൈസ മാത്രം ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇത് ജീവന് വെച്ച് കഴിയാണ്. ഇതൊക്കെ ദയവ് ചെയ്ത് അതിന് മരുന്ന് വിൽക്കുന്നവരായാലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കും ദേഷ്യം വരരുത്. കാരണം എന്ന് വെച്ചാൽ മരുന്ന് ഐറ്റങ്ങൾ ഒരു കാരണവശാലും നേരിട്ട് കണ്ട് അതിൻ്റെ അളവും കാര്യങ്ങളും വെച്ച് നമ്മൾ മരുന്നായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥ സത്യം. ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ആൾ കൊടുക്കാനുള്ള അളവ് ചെറിയ ആൾ കഴിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അതിനാണ് ഈ പറയുന്നത്. ഓരോന്ന് സാധനങ്ങളും ഈ നമ്മളെ അവയവങ്ങളുടെ ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. ഇത് അത്രയും പഠിക്കണം, സാധാരണ ഉള്ളതല്ല, നിസ്സാര കാര്യമല്ല. ഈ വൈദ്യമോ ഡോക്ടറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യങ്ങളല്ല. അവരെല്ലാം നല്ല രീതിയിൽ പഠിക്കണം. അത്രയും പഠിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് അവരെ ഡോക്ടറായിട്ടും വൈദ്യനായിട്ടും അംഗീകരിക്കുന്നത്. അല്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവന്മാരല്ല വൈദ്യനും ഡോക്ടർമാരൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു രോഗി, അതായത് അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ വയ്ക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരാൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും എൻ്റെ വീട്ടിലൊന്ന് നോക്കണം. അപ്പം ഞാൻ പറയും അതിനൊക്കെ എൻ്റെ അപ്പനെ കൊണ്ട് വേണോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്തെന്ന് അറിയാമോ? അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് എന്തരണം? ഇത് ആരുടെ ആവശ്യമാണ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ്, ഈ കേട്ടിരിക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ളവർക്കാണ് ആവശ്യം എന്ന് പറയുന്നത്.
പിന്നെ രോഗിയുടെ ആവശ്യമാണ്. രോഗി വന്ന് നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട അവർ ചികിത്സിക്കാൻ അല്ലെങ്കിൽ പോവാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ അവർക്ക് ഞങ്ങളെ പോലുള്ളവർ ഒരു കാരണവശാലും ആ രോഗി ദോഷമില്ലാതെ അതേ ചെയ്യൂ. അതിനാണ് ഞങ്ങൾക്ക് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. കാര്യം 10 വയസ്സിന് അങ്ങനെ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇതല്ലാതെ എത്രയോ തൊഴിലുകളുണ്ട്. ഞാൻ പണം ഉണ്ടാക്കണമെങ്കിൽ കോടികളുണ്ടാക്കാൻ എന്നെ കൂടെ കഴിയുമായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയല്ല നമ്മൾ ജീവിക്കും. ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ പിന്നെ 16 വർഷം ഞങ്ങളെ കൊണ്ട് ഈ തപസ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെടുത്തിയാണ് പിന്നെ ഞങ്ങൾക്ക് ഈ തൊഴിൽ തന്നെ പഠിപ്പിക്കുന്നത്. പണ്ടത്തെ വൈദ്യ ചികിത്സ അങ്ങനെയാണ്. ഇത് കുറുകുളത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും വൈദ്യം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? അങ്ങനെയൊക്കെ എന്നെ കണ്ടാൽ ഞാൻ ആരുടെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പിന്നെ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോരുത്തനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചികിത്സിച്ച് എൻ്റെ അടുത്ത് ചികിത്സിച്ചോ എന്ന് പറഞ്ഞ് ആരെയും വിളിക്കാറുമില്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ആരെയും വിളിച്ച് ഞാൻ ചികിത്സിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇത് അപ്പോയിൻമെൻറ്റ് തരുന്നതിൻ്റെ കാരണം എന്താണ്? കുറച്ച് VIP-യിലൊക്കെ അതിന് എൻ്റെ അടുത്ത് വരുന്നത് വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ IAS IPS കാരൊക്കെ നമ്മൾ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള VIP-യിലുണ്ട്. സാധാരണക്കാർ, തീരെ സാധാരണക്കാർ നമ്മുടെ അടുത്ത് വരാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റം അങ്ങനെയാണ്. ഇത്തിരി പിന്നെ നമ്മൾ പാക്കേജ് ചികിത്സയാണ്. അതിന് പൈസയാവും, കാര്യങ്ങളാവും. ഇങ്ങനെ അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ നീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണക്കാർക്ക് ഞങ്ങളുടെ പൈസയ്ക്ക് നമ്മളുടെ ചികിത്സ അവർക്ക് പിന്നെ താങ്ങൂല്ലെന്ന് പറഞ്ഞ് പോയിക്കളെ. എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, നല്ല ഹൈ ലെവലിലുള്ള ആൾക്കാരാണ് വരുന്നത്. അവരാണ് ഈ പറയുന്ന കണക്ക് ഈ പിന്നെ നമ്മൾ ചികിത്സിച്ച് അവരെ സുഖപ്പെടുത്തി കൊടുക്കുന്നത്. കാര്യം നമ്മൾ പാവങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ ഫീസ് വെച്ചാലല്ലേ നമ്മൾ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഫ്രീ ആയിട്ട് ചികിത്സിക്കാനല്ലേ നമ്മൾ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ കയറിയിരിക്കുന്നത്. അതിപ്പോൾ എന്നെ ഗവൺമെൻറ്റിൽ പിന്നെ ഒരു ഡോക്ടറായിട്ട് എടുത്താൽ ഞാൻ ഫ്രീ ആയിട്ട് ചികിത്സിക്കും. എനിക്ക് ശമ്പളം ഗവൺമെൻറ് തരയില്ലേ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കങ്ങനെ പറ്റില്ല. ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് പൈസ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കണ മരുന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ പൈസ വെച്ചേ പറ്റുള്ളൂ. അതനുസരിച്ചുള്ള ഞങ്ങൾ ഫീസ് വാങ്ങുന്നതുകൊണ്ട് ഇത് പാക്കേജാണ്. നമ്മുടെ പാക്കേജ് ചികിത്സ ആയതുകൊണ്ട് എല്ലാവരും പഠിക്കും. സാധാരണക്കാർ ഇവിടെ വരാറില്ല. ഇവിടെ മാക്സിമം വലിയ ഇത്തിരി സാമ്പത്തികം ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ വന്ന് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്, ചികിത്സിക്കുകയും നടത്തുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് കരുതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ആ മരുന്ന് ഐറ്റങ്ങൾ ഓൺലൈനിൽ വരുത്തി കഴിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് ഷുഗറിൻ്റെ മരുന്നാണ്. ഷുഗറിൻ്റെ ഞാൻ ഒറ്റമൂലി മരുന്ന് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഷുഗർ വരാൻ കാരണം ഒരുപാടുണ്ട്. ഈ ഷുഗർ വന്നവർക്ക് ഇവിടെ ചെയ്യുന്ന ചികിത്സയും കൂടെ ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞിട്ട് ഒറ്റമൂലി മരുന്നും കൂടെ പറഞ്ഞു തരാം. കാര്യം പിന്നെ ഈ ഷുഗർ വരുന്നവർക്ക് നരമ്പ് തളർച്ച ഉണ്ടാവാം. അതിന് സാധാരണ ഷുഗർ ഉള്ളവർക്ക് നരമ്പ് തളർച്ച ഉണ്ടാവും. പിന്നെ ഇത് പിന്നെ കൈകൾ കലപ്പ്, നരമ്പ് പിന്നെ ഈ കാലുകളൊക്കെ കറുത്ത് പോകും. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്ക് ഈ എൻ്റെ വൈദ്യശാലയിൽ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പെരുപ്പ്, തരിപ്പ്, ഈ പറഞ്ഞ കണക്കിന് എരിച്ചൽ, ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ, അതായത് ഈ നരമ്പ് വേദന, ഇതൊക്കെ ഷുഗർ ഉള്ളവർക്ക് സാധാരണ വരാറുണ്ട്. ഈ ഷുഗറിനെ സംബന്ധിച്ച് വരുന്ന ഒരു രോഗങ്ങളാണ്. ഇങ്ങനെ ഉള്ള രോഗമുള്ളവർക്ക് നമ്മളടുത്ത് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വന്ന് പിന്നെ ഒരു പാക്കേജായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഒരു 21 ദിവസം നിന്ന് പാക്കേജായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ അടുത്തുള്ള നമ്മളെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എല്ലാവരും വന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ കോട്ടയമുള്ളവർ വരെ വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കോട്ടയത്തുള്ളവർ വരെ വന്നു പോയാണ് ചികിത്സിക്കുന്നത്. പിന്നെ വെളിയിലുള്ളവർക്ക് ഇവിടെ റൂമുണ്ട്. പിന്നെ വെളിയിൽ പിന്നെ ലോഡ്ജ് റൂമുണ്ട്. അതെടുത്ത് വന്ന് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. കുറച്ച് സാമ്പത്തികമുള്ളവർക്കാണ് ഇവിടെ നമ്മളെ അടുത്ത് വന്ന് ചികിത്സിക്കുന്നത്. സാധാരണക്കാരെ കൊണ്ട് പറ്റില്ലല്ലോ. അവർക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഇപ്പോൾ വരുന്നതിൽ ഒത്തിരി പിന്നെ സ്റ്റാൻഡേർഡ് ആൾക്കാർ, വലിയ ആൾക്കാരാണ് ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് ചികിത്സിക്കുന്നത്. അവർക്ക് ഇപ്പോൾ കഴിയുന്നത്. കാര്യം നമ്മളുടെ ഈ ചികിത്സ രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ
നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ചികിത്സിക്കാൻ താല്പര്യമുണ്ട്, ഇവിടെ വന്ന് ചികിത്സിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നാൽ ചികിത്സ തരാം. നല്ല രീതിയിൽ ചികിത്സിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഷുഗർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഷുഗർ ഉള്ളവർക്ക് ഈ കാല് ഈ പെരുപ്പ് തരിപ്പ് കലപ്പ് ഈ പറഞ്ഞ കൈ പൊങ്ങാൻ പറ്റാത്തത്, കൈ തരിപ്പ് കാല് തരിപ്പൊക്കെ ഉണ്ടാകും. ഈ ഷുഗർ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് ഒരു സൈഡ് ഇത് വരണതാണ്. ഈ അലോപ്പതി മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിത്തരാൻ മാറ്റാൻ ഞങ്ങളടുത്ത് വന്നാൽ നല്ല രീതിയിൽ ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി തരാം. ആ തരിപ്പ് കരിപ്പ് എല്ലാം മാറ്റിത്തരും. ഈ കാലുകളൊക്കെ കറുത്തിരിക്കുന്നത്, ഒരുമാതിരി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ആവുന്നത്, ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ ചികിത്സിച്ച് സുഖപ്പെടുത്തി തരാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് വരിക, എൻ്റെ അടുത്ത് വന്ന് ചികിത്സ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നേരിട്ട് വന്നാൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇനി ഇത് നിസ്സാര സാധനമാണ്, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ ഈ ഒറ്റമൂലി മരുന്ന് എന്ന് പറയുന്നത് ഈ ഷുഗറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണിക്കൊന്ന പൂവെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു സീസണിലേ കിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തെ ഇത് കഴിക്കാനും പറ്റുള്ളൂ. എപ്പോഴും വെച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ പൊടിച്ച് വെച്ചിരുന്നാൽ കഴിക്കാൻ, ഉണക്ക് അത് പറിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഈ കണിക്കൊന്ന പൂവാണ് ഈ ഇതിനുള്ള മരുന്ന്, സ്ഥിരമായിരുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കണിക്കൊന്ന പൂവ് പറിച്ചുകൊണ്ട് വന്നിട്ട് നല്ല അരച്ച്, കണിക്കൊന്ന പൂവ് വാങ്ങിച്ചിട്ട് അമ്മിയിലോ മിക്സിയിലോ വെച്ച് അരയ്ക്കണം. അരച്ചിട്ട് മോരിൽ കലർന്ന്, മോര് ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് മോര് കിട്ടുമല്ലോ, മോര് വാങ്ങിച്ചിട്ട് മോരിൽ കലർന്ന് കുടിക്കുക. ഇതാണ് ഷുഗറിൻ്റെ ഒറ്റമൂലി മരുന്നെന്ന് പറയുന്നത്. ഇത് രാവിലെ വൈകുന്നേരം കുടിക്കാം. രാവിലെ ഷുഗറിൻ്റെ അളവ് അനുസരിച്ചാണ്. നിങ്ങൾ നോർമലാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു നേരം മാത്രം കഴിച്ചാൽ മതി. ഇത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 ഗ്രാം പൂവ് ഒരു നേരം കഴിക്കേണ്ടത് അത്രയേ വേണ്ടി, തോനെയൊന്നും കഴിച്ചു കളയരുത്. എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പം, അരച്ച് ഉരുട്ടിയാൽ ഒരു നെല്ലിക്ക വലുപ്പം ഉണ്ടാവണം. നമ്മൾ അരച്ച് ഉരുട്ടുമ്പോൾ, നമ്മൾ നല്ല അരച്ച് എടുക്കുമ്പോൾ ഒരു നെല്ലിക്കയുടെ വലിപ്പം, സാധാരണ നെല്ലിക്ക വലിപ്പം അത്രയേ ഉള്ളൂ. വലിയ നെല്ലിക്കയല്ല, ചെറിയ നെല്ലിക്കയുടെ ഒരു വലിപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളെന്ന് പറഞ്ഞാൽ കലച്ചിക്കുറുവെന്നാണ് നമ്മൾ പറയുന്നത്. കലഞ്ഞിക്കുറുപ്പ് എല്ലാവർക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നെല്ലിക്ക പറയുന്നത്. നെല്ലിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ സൈസ് നെല്ലിക്ക ഉണ്ട്, അത് കണക്ക് ഇത്രയ്ക്കൊന്നും കഴിച്ചു കളയരുത്. ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിപ്പമാണ് നമുക്ക് വേണ്ടത്. അതെടുത്ത് മോറിൽ കലക്കി കുടിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷാംശങ്ങൾ, നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണില്ലേ, നമ്മൾ ഈ ഷുഗറിൻ്റെ മരുന്നുകൾ ഇഷ്ടംപോലെ കഴിക്കും. അപ്പോൾ അതിലൊക്കെ കുറേ അങ്ങ് മാറും, അതിൻ്റെ എഫക്റ്റ് മാറും നിങ്ങളുടെ ശരീരത്തിൽ. നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രീ ആവും, ശരീരം നല്ല ഫ്രീ ആവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ ആരും പറഞ്ഞു കൊടുക്കാതെ, ഇങ്ങനെയുള്ള ഇതുകളൊന്നും ഇവരെ ആരും പറഞ്ഞു കൊടുക്കില്ല. കാര്യം ഇതൊക്കെ നമ്മൾ യഥാർത്ഥ പണ്ടത്തെ ചികിത്സ മരുന്നാണ്. ഞങ്ങൾ ചികിത്സിക്കുന്ന മരുന്നാണ്. ഞങ്ങൾ ഇവിടെ രോഗികൾ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന മരുന്നുകളാണ് ഇതൊക്കെ. ഇത് വലിയ കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ മരുന്നെന്ന് പറയുന്നത് കണിക്കൊന്ന പൂവാണ്. വിഷുവിന് നമ്മൾ കണിക്കൊന്ന പൂ വയ്ക്കുമല്ലോ, ഇതിന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് പിന്നെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ ഒന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കണിക്കൊന്ന പൂവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. കാര്യം എല്ലാവർക്കും അറിയാനുള്ള ഒരു സംഭവമാണ് ഇത്. നിങ്ങൾ കിട്ടുന്ന സമയത്ത് പറിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുക. പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ്, ചെറിയ സ്പൂൺ, സൈസ് ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് പൊടിയെടുത്ത് ഈ മോറിൽ കലർന്ന് കുടിക്കുക. ദിവസം രാവിലെ വൈകുന്നേരം. കൂടുതലുള്ളവർക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ 2 നേരം കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരം മാത്രം കഴിച്ചാൽ മതി. വെറുവയറ്റിൽ കഴിക്കുക. രാവിലെ വെറുവയറ്റിൽ മാത്രം കഴിച്ചാൽ മതി. ഇത്രയും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണിക്കൊന്ന പൂവ് പറിച്ച് ഉണക്കി വെച്ചിരുന്നാൽ അത്രയ്ക്ക് നല്ലതാണ്. പച്ചയ്ക്ക് കിട്ടുമെങ്കിൽ പച്ചയ്ക്ക് അരച്ച് ഈ പറഞ്ഞ ചെറിയ നെല്ലിക്കയിലെ വലിപ്പത്തിൽ മോറിൽ കലക്കി കുടിക്കാം. അത് പച്ചയ്ക്ക് നാച്ചുറലായിട്ട് കുടിക്കാം, അത് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നും കിട്ടില്ലല്ലോ, അത് ഒരു സീസണിലേക്ക് കിട്ടണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കുറേ പൂ പറിച്ചിട്ട് ഉണക്കി അതിനെ പൊടിച്ച് നല്ല രീതിയിൽ ഉണക്കണം. ഉണക്കി പൊടിച്ച് അരച്ച് നല്ല അരിപ്പ് വെച്ച് അരച്ച് നല്ല മഷി പോലെ പൊടിക്കണം.
പൊടിച്ച് അരിപ്പ എടുത്ത് അരച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ട് അതിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് എപ്പോഴും നമ്മളൊരു ഈ മരുന്നുകൾ വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില്ലുകുപ്പിയിലേ വയ്ക്കാവും. ചില്ലുകുപ്പിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് രാവിലെ ഒരു ചെറിയ സ്പൂണിൽ രാവിലെ ഒരു സ്പൂണ് മോറിൽ കലർന്ന് കുടിച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ കുടിച്ച് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇങ്ങനെ നിങ്ങൾ ഇത് കഴിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഈ ശരീരത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന കേടുകൾ ഒരുപാട് ഈ മരുന്ന് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നല്ലവണ്ണം മാറ്റം ഉണ്ടാകും കേട്ടോ. അതിനൊന്നും മാറ്റം ഉണ്ടാകും, ഈ ഷുഗറിനും കുറവുണ്ടാകും. പിന്നെ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക. ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്നൊന്ന് നിർത്തി വെച്ചിട്ട് കൂടുതലുള്ള സമയത്ത് മാത്രം കഴിച്ചാൽ മതി. അത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഇത് കഴിച്ചപ്പോൾ ഒരുപാട് കുറയണമെങ്കിൽ അലോപ്പതി മരുന്ന് കുറയ്ക്കാം. ഒരു പക്ഷേ ഇത് കഴിച്ചിട്ട് അലോപ്പതി മരുന്ന് കുറയ്ക്കാം. അലോപ്പതി മരുന്ന് കുറച്ചിട്ട് കൂടുകയാണെങ്കിൽ ഇതിനെ മാറ്റി വയ്ക്കാം, ഇതിനെ കുറയ്ക്കാം, ഇതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ രണ്ടുപേരും കൂടെ നിങ്ങൾ തന്നെ അത് തീരുമാനിച്ചോളണം. നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിത് വളരെ ശ്രദ്ധിച്ച് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊരു അളവുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് കൃത്യമായിട്ട് പറഞ്ഞ് തരുമ്പോൾ കഴിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇതുള്ളൂ. ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ മരുന്നായതുകൊണ്ട് വലിയ ഇത് വരില്ല. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല, കണിക്കൊന്നയുടെ പൂ മാത്രമാണ്. ഇതാണ് പച്ചയ്ക്ക് കിട്ടുമെങ്കിൽ, ഒറിജിനലായിട്ട് പച്ചയ്ക്ക് നാച്ചുറലായി കിട്ടുമെങ്കിൽ നിങ്ങൾ അരച്ച് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടി ഒരു മോരിൽ നല്ല മിക്സ് ചെയ്തിട്ട് കുടിക്കുക. അതല്ലെങ്കിൽ സീസണിൽ കിട്ടുന്ന സമയത്ത് പൂവ് പറിച്ച് എത്ര കിട്ടുമോ അത്രയും കിട്ടുന്നതെല്ലാം നല്ല പരിച്ച് ഉണക്കി പൗഡർ ചെയ്ത് നല്ല മഷി പോലെ പൊടിച്ച് ഈ നമ്മൾ ഇതുണ്ടല്ലോ, അരിപ്പയിൽ അരച്ച്. അപ്പം അരിപ്പുണ്ടല്ലോ, പണ്ടൊക്കെ ഞങ്ങൾ ഈ തോരത്തിലാണ് അരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ അപ്പൂപ്പാനൊക്കെ ചെയ്തുകൊണ്ടത് തെങ്ങിൽ ഒരു പനാട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഉണ്ടാവും. തെങ്ങിൽ ഈ മടലിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന ഒരു സാധനം ഉണ്ടാവും. അതിലാണ് നമ്മൾ അരിക്കുന്നത്. അത് നല്ല അരിപ്പ കണക്കായിരിക്കും. അതെടുത്താണ് നമ്മൾ അരിക്കുന്നത്. പണ്ട് ഈ തുണികൾ പോലും അത്രയ്ക്ക് ജാമമുള്ള കാലത്താണ്. പിന്നെ തോരത്തിനനുസരിച്ച് നമ്മൾ അരിച്ച് നല്ല പൗഡറാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് അരിപ്പമുണ്ട്, എളുപ്പമുണ്ടല്ലോ. ഏത് സൈസിലാണെങ്കിലും അരിപ്പമുണ്ട്. അരിപ്പയിൽ അരിച്ചാൽ മതി. അത് അരിച്ച് പൗഡറാക്കി റെഡിയാക്കി എടുത്ത് കണ്ണാടി പാട്ടിൽ ഒരു സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അത് ഈ പറയും പോലെ കഴിക്കുക. എല്ലാവർക്കും നന്ദി. ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകട്ടെ. ഒരു ഉപയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഷെയർ ചെയ്ത് കൊടുത്താൽ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകും. പിന്നെ ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക. ഫോളോ ബട്ടൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഞാൻ ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരിക്കും. അത് ബെൽ ബട്ടൺ അമർത്തിയാൽ മതിയാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. ശരി, എന്നാ നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.